Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCET 412 കോൺക്രീറ്റ് ടെക്നോളജിയിലെ സെക്കൻഡ് മൊഡ്യൂളിലെ സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത്, ഫ്ലെക്സറൽ സ്ട്രെങ്ത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈ ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ കംപ്രസീവ് സ്ട്രെങ്ത്തും ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ എന്താണ് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് നോക്കാം. ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഐദർ സ്പ്ലിറ്റ് സിലിണ്ടർ ടെസ്റ്റ് ഓർ ഫ്ലെക്സറൽ സ്ട്രെങ്ത്, ആസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സബ്ജക്ട് കോൺക്രീറ്റ് സ്പെസിമെൻ ടു ഡയറക്റ്റ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിൽ നമുക്ക് ഡയറക്റ്റ് ടെൻഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് രണ്ട് രീതിയിലാണ്: സ്പ്ലിറ്റ് സിലിണ്ടർ സ്ട്രെങ്ത്തും ഫ്ലെക്സറൽ സ്ട്രെങ്ത്തും. ഇതിനെയാണ് സ്പ്ലിറ്റ് സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടറിനെ ഇങ്ങനെ നമ്മൾ ലോഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതുപോലെ ഫ്ലെക്സറൽ സ്ട്രെങ്ത്, ഇതുപോലൊരു ബീം കാസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലെക്സറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. However, the values of tensile strength obtained from different tests show significant variation as the strength depends on the shape and size of specimen. ഈ രണ്ട് സ്ട്രെങ്ത്തും ടെൻഷൻ സ്ട്രെങ്ത് കിട്ടാനാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഡീവിയേഷൻ വളരെ കൂടുതലാണ്. അതിന് കാരണം ഒന്ന് സിലിണ്ടറാണ്, ഒന്ന് ബീമാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലും സൈസിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. Therefore, the test conducted to obtain tensile strength must be specified while reporting the tensile strength of concrete. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏത് ടെസ്റ്റാണെന്ന് നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൽ നമുക്ക് രണ്ട് മെത്തേഡ്, കോമൺലി പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. പ്രൊവൈഡിങ് ട്രൂ ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു സ്ട്രെസ് കോൺസെൻട്രേഷൻ ആൻഡ് അലൈൻമെൻറ്റ് ഇഷ്യൂ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ ട്രൂ ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും, പക്ഷേ അത് പ്രാക്ടിക്കലി കോൺക്രീറ്റിൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ഈ കോൺക്രീറ്റ് സ്പെസിമെനെ ടെൻസൈൽ സ്ട്രെസ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോഡ് ചെയ്യുന്ന പാറ്റേൺ മാറുന്നതുകൊണ്ട് നമുക്ക് അവിടെ ടെൻസൈൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദ ടെൻസൈൽ സ്ട്രെസ് അറ്റ് വിച്ച് ദ ഫെയിലിയർ ഒക്കേഴ്സ് ഈസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഏത് ലോഡിലാണോ അത് ഫെയിൽ ആകുന്നത് അതിനെയാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്പ്ലിറ്റിംഗ് ടെസ്റ്റസ് ആർ വെൽ നോൺ ഇൻഡയറക്റ്റ് ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കുന്നതിൽ അത്യാവശ്യം കേട്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ് സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത്. The test consisting of applying compressive line loads along the opposite generators of concrete cylinder placed with its axis horizontal to the plateaus. Due to the applied line loads, a fairly uniform tensile stress is induced over the nearly 2/3 of the loaded diameter as obtained from elastic analysis. The specimen fails by splitting along the diameter and knowing the P at the failure. P എന്ന് വെച്ചാൽ ലോഡ് അറ്റ് ദ ഫെയിലിയർ, ടെൻസൈൽ സ്ട്രെങ്ത് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ രണ്ട് ലോഡിംഗ് ബേസിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു സിലിണ്ടർ ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ കംപ്രസീവ് സ്ട്രെങ്ത് പഠിച്ച പോലെ ഒരു സിലിണ്ടർ സെയിം ഡയമീറ്ററാണ്, 150 mm ഡയമീറ്ററും 300 mm ഹൈറ്റും ഉള്ള ഒരു കോൺക്രീറ്റ് സിലിണ്ടർ കാസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ആക്സിസ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യും. അതായത് ഇതിപ്പോൾ ആക്സിസ് വെർട്ടിക്കലാണ്. ആക്സിസ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു സ്പെസിമെൻ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഈ ലോഡിങ് പ്ലേറ്റ് വരുന്നത്. അപ്പോൾ ഒരു ലൈൻ ലോഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലൈൻ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ രീതിയിൽ ക്രാക്ക് ആവും. നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ കോൺക്രീറ്റ് ഈ രീതിയിൽ ക്രാക്ക് ആവും. അപ്പോൾ നമ്മളതിൻ്റെ ജനറേറ്റർ, ഓപ്പോസിറ്റ് ജനറേറ്ററിലേക്കാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ നമ്മൾ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തു, ഇതിൻ്റെ മുകളിൽ നമ്മൾ ലോഡിങ് പ്ലേറ്റ് വെച്ചു ഇതുപോലത്തെ. അപ്പോൾ ഇതൊരു ജനറേറ്റർ, ഇത് അടുത്ത ജനറേറ്റർ, ഈ രണ്ട് ഓപ്പോസിറ്റ് ജനറേറ്ററിലേക്കാണ് ലോഡ് അപ്ലൈ ആവുന്നത്. ഇതാ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതേപോലെ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ടാവും. അതിൻ്റെ നമ്മൾ സ്പെസിമെൻ വെക്കുന്ന ഒരു ബേസ് പ്ലേറ്റാണിത്. അതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കോൺക്രീറ്റ് സിലിണ്ടർ, ഈ കാണുന്ന പോലെ ഒരു കോൺക്രീറ്റ് സിലിണ്ടർ പ്ലേസ് ചെയ്യും. എന്നിട്ട് ലോഡിങ്ങിൻ്റെ ആ ഒരു
പ്ലേറ്റ് നമ്മൾ മുകളിൽ കൊണ്ടുവച്ച് ലോഡ് അപ്ലൈ ചെയ്യും. ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ കാണിച്ച പോലെ നമുക്കൊരു ഡയൽ ഗേജിൽ റീഡിങ് കിട്ടും. അപ്പോൾ എപ്പോഴാണോ ഇത് ക്രാക്ക് വന്ന് പൊട്ടി സ്പ്ലിറ്റ് ആകുന്നത് അപ്പോൾ നമുക്ക് ആ ഡയൽ ഗേജിൽ റീഡിങ് എത്രയാണോ അതായിരിക്കും പി. ഓക്കെ, അപ്പോൾ ഈ പി കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് സിലിണ്ടർ തന്നെയാണ്, സാധാരണ സിലിണ്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത്തിന് യൂസ് ചെയ്യുന്ന സെയിം സിലിണ്ടർ. ഈ ടെസ്റ്റിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ കോൺക്രീറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ബൈ അപ്ലൈയിങ് കംപ്രസീവ് ലോഡ് diametrically to the horizontal cylinder, causing it to split vertically along its diameter due to induced tension. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന വേറൊന്നുമില്ല. ഒരു കോൺക്രീറ്റിൻ്റെ അകത്ത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന കംപ്രസീവ് ഫോഴ്സാണ്. അതിന് കാരണം ഇപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കി അറിയാം. ഇവിടെ നമ്മൾ ഈ സ്പെസിമെനിലേക്ക് കൊടുക്കുന്നത് ഇവിടെ നിന്നും കൊടുക്കുന്ന ഈ ഒരു ലോഡ് നമ്മൾ കംപ്രസീവ് ഫോഴ്സാണ്. ആക്ച്വലി ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മളിത് ഓപ്പോസിറ്റ്ലി ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ കോൺക്രീറ്റ് സ്പെസിമെനിൽ കിട്ടുന്ന എഫക്റ്റാണ് കംപ്രസീവ് എന്ന് പറയുന്നത്, ടെൻസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കംപ്രസീവ് ഫോഴ്സ് നമ്മൾ ഈ ഒരു സിലിണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞോട്ട് ലോഡ് കൊടുക്കുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യും, കോൺക്രീറ്റ് സ്പ്ലിറ്റ് ചെയ്യും വെർട്ടിക്കലി, അതിൻ്റെ ഡയമെട്രിക്കലി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കും. അങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ആ ലോഡാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് സിമ്പിൾ യെറ്റ് അക്യുറേറ്റ്. ഈ ടെസ്റ്റ് വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല അക്യുറേറ്റുമാണ്. ടെസ്റ്റ് യൂസസ് പ്ലൈവുഡ് സ്ട്രിപ്സ് ഫോർ യൂണിഫോം ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ താഴെയോട്ടൊരു ഫ്ലൈവുഡ് പീസ് വെക്കും. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ലോഡ് ഒരു പോയിൻ്റ് ലോഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പ്ലൈവുഡ് വെക്കുമ്പോൾ നമുക്കത് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഫ്ലൈവുഡ് സ്ട്രിപ്പ് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ മുകളിലും താഴെയായിട്ട് പ്ലേസ് ചെയ്യും. അത് യൂണിഫോം ലോഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, 150 mm ഡയമീറ്ററും 300 mm ഹൈറ്റും ഉള്ള ഒരു കോൺക്രീറ്റ് സിലിണ്ടർ, പിന്നെ നമ്മുടെ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ തന്നെ മതി. ഇത്രയാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഹെൽപ്സ് അസസ് കോൺക്രീറ്റ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് റെസിസ്റ്റിംഗ് ടു ക്രാക്കിംഗ്. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫോളോയിങ് ഫോർമുല. ഇതാണ് അതിൻ്റെ ഫോർമുല. FCT സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 2P/πdl. ഇതിനകത്ത് P എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ലോഡ്, നമുക്ക് മെഷീനിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ലോഡാണ് P. L എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് സിലിണ്ടറിൻ്റെ ലെങ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 300 mm. D ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ, അത് എത്രയാണ്, 150 mm. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും. ഇനി അഡ്വാൻറ്റേജ് ഓഫ് സ്പ്ലിറ്റിംഗ് ടെസ്റ്റ് ഫോർ ഡിറ്റർമൈനിങ് ടെൻസൈൽ സ്ട്രെങ്ത്. ഈ സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ദിസ് ടെസ്റ്റ് ഈസ് സിമ്പിൾ ടു പെർഫോം ആൻഡ് ഗിവ് യൂണിഫോം റിസൾട്ട് അതർ ദാൻ അതർ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ സിമ്പിളാണ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. യൂണിഫോം റിസൾട്ട് നമുക്ക് കിട്ടും. പല സ്പെസിമെൻ ടെസ്റ്റ് ചെയ്താലും നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള യൂണിഫോം സ്ട്രെങ്ത് കിട്ടും. ദ സ്ട്രെങ്ത് ഡിറ്റർമൈൻഡ് ഈസ് ക്ലോസർ ടു ദ ആക്ച്വൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ദാൻ ദാറ്റ് ഗിവൺ ഇൻ ദ മോഡുലസ് ഓഫ് റപ്ചർ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഉണ്ട്. ഇതാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. ഈ ഫ്ലെക്ചറൽ സ്ട്രെങ്തിനെ തന്നെയാണ് മോഡുലസ് ഓഫ് റപ്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് വഴി കിട്ടുന്ന വാല്യൂ ആക്ച്വൽ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തുമായിട്ട് ഏറ്റവും ക്ലോസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഒരു ടെസ്റ്റിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്ലോസറാണ്, അപ്പോൾ അത്ര ആക്യുറേറ്റ് ആണ്. ദ സെയിം മോൾഡ് ക്യാൻ ബി യൂസ്ഡ് ടു കാസ്റ്റ് സ്പെസിമെൻ ഫോർ ബോത്ത് കംപ്രഷൻ ആൻഡ് ടെൻഷൻ ടെസ്റ്റ്. ഓക്കെ, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞായിരുന്നു. കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് ക്യൂബിലും ചെയ്യാം, സിലിണ്ടറിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സെയിം സിലിണ്ടർ, കോൺക്രീറ്റ് ക്യൂബിന് ഉപയോഗിക്കുന്ന സെയിം സിലിണ്ടറിൻ്റെ സൈസും ഷേപ്പുമാണ് ഇവിടെ സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ സ്പെസിമെനും ഉള്ളത്. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മോൾഡ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ടെസ്റ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം, കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റാണ് ഫ്ലെക്സറൽ സ്ട്രെങ്ത്. അപ്പോൾ ഫ്ലെക്സറൽ സ്ട്രെങ്ത് ഓർ മോഡുലസ് ഓഫ് റപ്ചർ ടെസ്റ്റ്, ഇത് 2 പേരിലും പറയാറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിന് നമുക്ക് ഫ്ലെക്സറൽ സ്ട്രെങ്ത് എന്നും പറയാം, മോഡുലസ് ഓഫ് റപ്ചർ എന്നും പറയാം. ഡിറ്റർമൈൻസ് ദ കോൺക്രീറ്റ് ഇൻഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ കോൺക്രീറ്റിന് ഇൻഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റിനെയാണ് നമ്മൾ ഫ്ലെക്സറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ബീമാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ബീം, ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫ്രാക്ചർ വന്ന ബീമാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ ഇരിക്കും, ഒരു ബീം.
ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു ബീം സ്പെസിമെനാണ് കാസ്റ്റ് ചെയ്യുന്നത്. അത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്ലെക്സറൽ സ്ട്രെങ്ത് മെഷീനിൽ വെച്ചിട്ട് 2 ടൈപ്പിൽ ലോഡ് ചെയ്യാം. 3 പോയിൻറ്റ് ലോഡിങ്ങിലും കൊടുക്കാം, സെൻട്രൽ പോയിൻറ്റ് ലോഡിങ്ങിലും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു ലോഡിംഗ് ആണ്, ഇതൊരു ലോഡിംഗ് ആണ്, ഇതും ഒരു ലോഡിംഗ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 3 പോയിൻറ്റ് ലോഡിംഗ് ഉണ്ട്, സെൻട്രൽ പോയിൻറ്റ് ലോഡിംഗ് ഉണ്ട്. സെൻട്രൽ പോയിൻറ്റ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ പോയിൻറ്റിലായിരിക്കും ലോഡ് വരുന്നത്. 3 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും താഴെയും വരുന്നതുകൊണ്ട് നമ്മളതിന് 3 പോയിൻറ്റ് ലോഡിംഗ് എന്ന് പറയും. ഇനി ഫ്ലെക്സറൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്, PL/BD². ഇതിനകത്ത് പി എന്ന് പറഞ്ഞാൽ ഈ മെഷീനിൽ നിന്ന് കിട്ടുന്ന ലോഡാണ്. അതായത് നമ്മൾ ലോഡ് കൊടുത്ത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് ഫെയിലായി, ബ്രേക്കായി അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് ഫെയിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫെയിലാകുമ്പോൾ ഈ മെഷീനിൽ നിന്ന് കിട്ടുന്ന റീഡിങ്, ഈ മെഷീനിൽ നിന്ന് കിട്ടുന്ന ലോഡാണ് ഈ പി എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്താണ്. ബിയും ഡിയും എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രെഡ്ത്തും ഡെപ്തുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. IS 456 സ്പെസിഫൈസ് ഫ്ലെക്സറൽ സ്ട്രെങ്ത് ഇൻ മെഗാപാസ്കൽ ഇസ് ആസ് 0.7√FCK. ഓക്കെ, അപ്പോൾ IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഫ്ലെക്സറൽ സ്ട്രെങ്ത് ഈ വാല്യൂവിൽ ലാബൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്കൊരു വാല്യൂവിൽ ആൻസർ കിട്ടും. അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സറൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ 0.7√FCK ആണ്. വേറെ FCK എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. വേർ ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് FCK ഈസ് ഓൾസോ മെഷേർഡ് ഇൻ മെഗാ പാസ്കൽ. അപ്പോൾ FCK എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, അതും മെഗാ പാസ്കലിൽ തന്നെ ആയിരിക്കണം. ഇറ്റ് ഓൾസോ സ്പെസിഫൈസ് ദ മോഡുലസ് ഓഫ് കോൺക്രീറ്റ്, ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആസ് 5000√FCK. അതായത് കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് 5000√FCK എന്നും പറയുന്നുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലെക്സറൽ സ്ട്രെങ്ത് ചെയ്യുന്നത് ബീം എന്ന് പറയുന്ന കോൺക്രീറ്റ് സ്പെസിമെനിലാണ്. അതിനെ മോഡുലസ് ഓഫ് റപ്ചർ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെക്സറൽ ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ 3 പോയിൻറ്റ് ലോഡിംഗ് അല്ലെങ്കിൽ സെൻട്രൽ പോയിൻറ്റ് ലോഡിംഗ്. ഫ്ലെക്സറൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ PL/BD² ആണ്. പി എന്ന് വെച്ചാൽ ആ ഫ്ലെക്സറൽ സ്ട്രെങ്ത് മെഷീനിൽ നിന്ന് കിട്ടുന്ന ലോഡ്, എൽ എന്ന് വെച്ചാൽ ബീമിൻ്റെ ലെങ്ത്ത്, ബിയും ഡി എന്ന് വെച്ചാൽ ബീമിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും. ഇനി IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഫ്ലെക്സറൽ സ്ട്രെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7√FCK ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പറഞ്ഞത്. ഓക്കെ, ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലെക്സറൽ സ്ട്രെങ്ത് ഈസ് എസെൻഷ്യൽ ടു എസ്റ്റിമേറ്റ് ദ ലോഡ് അറ്റ് വിച്ച് ദ കോൺക്രീറ്റ് മെമ്പേഴ്സ് മേ ക്രാക്ക്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സറൽ സ്ട്രെങ്ത്തിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ സ്ട്രക്ചറിൽ ഏത് ലോഡിലാണ് ആ ഒരു കോൺക്രീറ്റിന് ക്രാക്ക് വരുന്നത്, അത് ഈ ഫ്ലെക്സറൽ സ്ട്രെങ്ത് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ദ മോഡുലസ് ഓഫ് റപ്ചർ ഓർ ഫ്ലെക്സറൽ സ്ട്രെങ്ത് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടെസ്റ്റിംഗ് ദ സ്പെസിമെൻ. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞു ബീമാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇതുപോലത്തെ ഒരു ബീം സ്പെസിമെനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബീമിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എത്രയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 2 സ്റ്റാൻഡേർഡ് ബീംസ് ആണ്. ഒന്നെങ്കിൽ 150/150/700, അതായത് BDL, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, ലെങ്ത്ത്. ബ്രെഡ്ത്ത് 150, ഡെപ്ത്ത് 150, ലെങ്ത്ത് 700 mm. ആ സൈസിലുള്ള ഒരു ബീം കാസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ സൈസ് 100/100/500, അതായത് ബ്രെഡ്ത്ത് 100, ഡെപ്ത്ത് 100, ലെങ്ത്ത് 500. ആ സൈസിലുള്ള ഒരു ബീം കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 സൈസിലുള്ള ബീംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും, ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 500 ആയിരിക്കും. മാക്സിമം ലോഡ് നമുക്ക് കിട്ടും, എവിടെ, മെഷീനിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് ഫ്ലെക്സറൽ സ്ട്രെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ PL/BD² നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത്തും പറഞ്ഞു, ഫ്ലെക്സറൽ സ്ട്രെങ്ത്തും പറഞ്ഞു. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഹാർഡ് ആൻഡ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന ലാസ്റ്റാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ കോൺക്രീറ്റ് വുഡ് ബി എ പ്രോപ്പർട്ടി ഫോർ ദ കേസ് വേർ ദ മെറ്റീരിയൽ ഈസ് ട്രീറ്റഡ് ആസ് ഇലാസ്റ്റിക്. ഇപ്പോൾ കോൺക്രീറ്റ് നമ്മൾ ഇലാസ്റ്റിക് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മളൊരു സിലിണ്ടർ, കോൺക്രീറ്റിൻ്റെ ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡയൽ ഗേജിൻ്റെ ആവശ്യമുണ്ട്. അതായത് ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ 2 ലെങ്ത്ത് മാർക്ക് ചെയ്യും. ഇതിനെ നമ്മൾ ഗേജ് ലെങ്ത്ത് എന്ന് പറയും. അപ്പോൾ ഈ 2 ലെങ്ത്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഡയൽ ഗേജ് ഫിറ്റ് ചെയ്യും. അപ്പോൾ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ഈ ഡയൽ ഗേജിൽ എത്രത്തോളം ഡിഫ്ലക്ഷൻ, ഈ ഒരു ലെങ്ത്തിൽ എത്രത്തോളം ഡിഫ്ലക്ഷൻ കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ
ഡെൽറ്റ എൽ ബൈ എൽ ചെയ്യുമ്പോൾ സ്ട്രെയിൻ കിട്ടും അല്ലേ, ഡെൽറ്റ എൽ ബൈ എൽ ചെയ്യുമ്പോൾ സ്ട്രെയിൻ കിട്ടും. ഇനി അപ്ലൈ ചെയ്യുന്ന ലോഡ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്യുമ്പോൾ സ്ട്രെസ് കിട്ടും. ഇനി എന്താണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ്, വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് നമുക്ക് ലോഡ് ബൈ ഏരിയയിൽ നിന്ന് കിട്ടും, സ്ട്രെയിൻ നമുക്ക് ഡെൽറ്റ എൽ ബൈ എല്ലിൽ നിന്ന് കിട്ടും, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ യങ്സ് മോഡുലസ് കിട്ടും. ആ രീതി, ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത് കോൺക്രീറ്റിൻ്റെ. ഓക്കെ, the modulus of elasticity is determined by subjecting a cube or cylinder specimen to uniaxial compression and measuring the deformation by means of dial gauges fixed between certain gauge length. ഓക്കെ, ഇപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ സിലിണ്ടർ കാസ്റ്റ് ചെയ്യാം. ക്യൂബ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 150 mm സൈസിലുള്ള ക്യൂബാണ്, സിലിണ്ടർ ആണെങ്കിൽ 150 mm ഡയമീറ്ററും 300 mm ഹൈറ്റും ഉള്ള സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ കൊണ്ടുപോയി വെച്ചിട്ട് കംപ്രസീലോട് അപ്ലൈ ചെയ്യും. കംപ്രസീലോട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് വരുന്ന ഡിഫ്ലക്ഷൻ നമുക്കൊരു ഡയൽ ഗേജ്, നേരത്തെ കാണിച്ച ഫിഗറിലെ പോലെ ഒരു ഡയൽ ഗേജ് ഫിറ്റഡ്, ഒരു പർട്ടിക്കുലർ ഗേജ് ലെങ്ത്തിൽ, ഈ കാണുന്നതാണ് ഗേജ് ലെങ്ത്ത്. ഈ രണ്ട് ബ്ലൂ സപ്പോർട്ടിൻ്റെ ഇടയിൽ വരുന്ന കോൺക്രീറ്റിൻ്റെ ലെങ്ത്തിനെയാണ് ഗേജ് ലെങ്ത്ത് എന്ന് പറയുന്നത്, അതായത് ആക്ച്വൽ ലെങ്ത്ത്. ഈ ലെങ്ത്തിൽ വരുന്ന ഡിഫ്ലക്ഷനാണ് ഈ ഡയൽ ഗേജിൽ കിട്ടുന്നത്. അപ്പോൾ ഡയൽ ഗേജിൽ ഡെൽറ്റ എൽ കിട്ടും, ഈ രണ്ട് സപ്പോർട്ടിൻ്റെ ഇടയിലുള്ള ലെങ്താണ് ആക്ച്വൽ ലെങ്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദ ഡയൽ ഗേജ് റീഡിംഗ് ഡിവൈഡഡ് ബൈ ഗേജ് ലെങ്ത്, ഡയൽ ഗേജിൽ നിന്ന് കിട്ടുന്ന ഡെൽറ്റ എൽ, ഗേജ് ലെങ്ത്താണ് എൽ, വിൽ ഗീവ് ദ സ്ട്രെയിൻ, കോൺക്രീറ്റിൽ കൊടുത്തേക്കുന്ന സ്ട്രെയിൻ കിട്ടും. ഇനി കോൺക്രീറ്റിൽ അപ്ലൈ ചെയ്തേക്കുന്ന ഈ കംപ്രസീവ് ലോഡ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ, അത് ചെയ്യുമ്പോൾ സ്ട്രെസ്സും കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ദ സീരീസ് ഓഫ്, അപ്പോൾ കുറേ സ്ട്രെസ്സും കിട്ടി സ്ട്രെയിനും കിട്ടി അല്ലേ, കുറേ സ്ട്രെയിനും കിട്ടി കുറേ സ്ട്രെസ്സും കിട്ടി, അത് വെച്ച് പ്ലോട്ട് ചെയ്താൽ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് കിട്ടും. ഇതിപ്പോൾ പല കോൺക്രീറ്റ് മിക്സിന് വരുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഇത്. ഈ രീതിയിൽ ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും വരുന്നത്. ദ സീരീസ് ഓഫ് റീഡിങ്സ് ആർ ടേക്കൺ ആൻഡ് ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് അഗ്രിഗേറ്റ് എലോൺ ഷോ ഫെയർലി സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇപ്പോൾ ഒരു പ്യുവർ അഗ്രിഗേറ്റിനെ മാത്രം നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. സിമിലർലി ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ഫോർ സിമെൻറ്റ് പേസ്റ്റിന് എടുത്തിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വെച്ചാൽ അതും ഒരു കമ്പാരിറ്റീവ്ലി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ദ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് കോൺക്രീറ്റ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് പേസ്റ്റ് ഷോസ് എ കർവ്ഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ കോൺക്രീറ്റ് എടുത്താൽ കോൺക്രീറ്റിനകത്ത് എന്തുണ്ട്, അഗ്രിഗേറ്റും ഉണ്ട് സിമെൻറ്റ് പേസ്റ്റും ഉണ്ട്. അപ്പോൾ സിമെൻറ്റ് പേസ്റ്റും അഗ്രിഗേറ്റിൻ്റെ കോമ്പിനേഷനായ കോൺക്രീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇതേപോലെ ഒരു കർവ്ഡ് ഷേപ്പിലാണ് വരുന്നത്. പെർഹാപ്സ് ദിസ് ഈസ് ഡ്യൂ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ ക്രാക്സ് at the interface of aggregate and paste. Because of the failure of bond at the interface, the increase at faster rate than that applied stress, the stress strain curve continues to bend faster than increase in stress. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു മൈക്രോ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഈ രീതിയിൽ ബെൻഡായിട്ട് പോകാനുള്ള ടെൻഡൻസി വരും ഏത് കോൺക്രീറ്റിൻ്റെ. The term Young's modulus of elasticity can strictly be applied only to the straight part of stress strain curve. അപ്പോൾ നമ്മൾ മോസിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ, അതിങ്ങനെ സ്ട്രൈറ്റ് ലൈനായിട്ട് പോകും, പിന്നെ ഇങ്ങനെ കർവ് ചെയ്തൊക്കെ പോകും. ഈ സ്ട്രൈറ്റ് ലൈൻ ഉള്ള പോർഷനിൽ മാത്രമേ ഹുക്സ് ലോ അലൗഡ് ഉള്ളൂ. ആ പോർഷനിൽ മാത്രം നമുക്ക് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കോൺക്രീറ്റിൻ്റെ ഇതൊരു കേർവ്ഡ് ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാമെന്നാണ് അടുത്ത പറയുന്നത്. ഇൻ കേസ് ഓഫ് കോൺക്രീറ്റ്, സിൻസ് ദർ ഈസ് നോ പാർട്ട് ഓഫ് ദ ഗ്രാഫ് ഈസ് സ്ട്രൈറ്റ്, കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുത്താൽ അത് ഇങ്ങനെ കേർവ് ചെയ്താണ് പോകുന്നത്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് പാർട്ടൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് അതിൻ്റെ സ്ലോപ്പ് എടുത്തിട്ട് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഫൗണ്ട് ഔട്ട് ബൈ റെഫറൻസ് ടു ദ ടാൻജൻറ്റ് ഡ്രോൺ ടു ദ കർവ് അറ്റ് ഒറിജിൻ. The modulus found from this tangent is referred to as initial tangent modulus. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇതാണ് കർവ് അല്ലേ, ഈ കർവിൻ്റെ ഓരോ പോയിൻ്റ് എടുത്താൽ ഇതേപോലെ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. എന്നിട്ട് ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുക്കാം. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും തന്നെയാണ്. അപ്പോൾ അത് വെച്ച് കിട്ടുന്നതിനെയാണ് നമുക്ക് ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയുന്നത്. The tangent can be drawn at any point of the stress strain curve. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ടാൻജൻസ് ഡ്രോ ചെയ്യാം. The modulus of elasticity calculated with reference to this tangent is called tangent modulus. അപ്പോൾ ഇങ്ങനെ പല പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജൻറ്റ് വരച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയുന്നത്.
A line can be drawn connecting a specified point of the stress strain curve to the origin if the modulus of elasticity is calculated with reference to the slope of this line. The modulus of elasticity is referred as secant modulus. അപ്പോൾ അടുത്ത മെത്തേഡാണ് പറയുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ഇതേപോലെ ബെൻഡ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതാണ് എടുത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് മെത്തേഡാണ് കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ. ഒന്നാമത്തത് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കേർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ് എടുത്താൽ ഓരോ പോയിന്റിലും നമുക്ക് ടാൻജൻസ് വരക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ പോയിന്റിൻ്റെയും ടാൻജൻസ് വരച്ചിട്ടാണ് നമ്മൾ മോഡുലസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയും. ആ യങ്സ് മോഡുലസ് ഓഫ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയും. അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഈ കർവിലുള്ള പല പോയിന്റ്സ് ഉണ്ട്, പർട്ടിക്കുലർ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒറിജിനിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒറിജിനിലേക്ക് കണക്ട് ചെയ്തതിൻ്റെ സ്ലോപ്പ് എടുത്തിട്ട് അല്ലേ, ഇപ്പോൾ പല പോയിൻറ്റ്സ് എടുത്തു, ഇപ്പോൾ പല പോയിൻറ്റ് നമുക്ക് ഒറിജിനിലേക്ക് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അതിനെ ഒറിജിനിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ, സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ എനിക്ക് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് സീക്കൻറ്റ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെ നമുക്ക് സീക്കൻറ്റ് മോഡുലസ് എന്ന് പറയാം. അപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാം. ഒരെണ്ണത്തിന് നമ്മൾ ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയും, അത് ആ കർവിലെ ടാൻജൻസ് വരച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്തതിന് നമ്മൾ സീക്കൻറ്റ് മോഡുലസ് എന്ന് പറയും, അത് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കർവിലുള്ള ഏതെങ്കിലും പോയിന്റ് സെലക്ട് ചെയ്യാം, അതിനെ നമ്മൾ ഒറിജിനിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുക്കും. ഓക്കെ, ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ഈ സീക്കൻറ്റ് മോഡുലസ്. ഈ സീക്കൻറ്റ് മോഡുലസിലെ മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. It is measured at stresses ranging from 3 to 14 megapascal, and sometimes the secant modulus is drawn to points representing a stress level of 15, 25, 33, 40% of the ultimate strength. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്ന് എക്സ്പീരിമെൻ്റൽ പാരാമീറ്റേഴ്സ്, അതായത് അതിൻ്റെ ലോഡിങ് കണ്ടീഷൻ, ലോഡ് ചെയ്യുമ്പോഴുള്ള സ്പെസിമെൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, അതൊക്കെ അതിൻ്റെ ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യും. രണ്ടാമത് സിമെൻറ്റ് പേസ്റ്റ് മെട്രിക്സ്, ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് സിമെൻറ്റ് പേസ്റ്റ് മെട്രിക്സ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള സിമെൻറ്റ് പേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി മാറും. അടുത്തത് ട്രാൻസിഷൻ സോൺ എന്ന് വെച്ചാൽ പോറോസിറ്റി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് അഗ്രിഗേറ്റ് സിമെൻറ്റ് ട്രാൻസിഷൻ സോൺ. അഗ്രിഗേറ്റും സിമെൻറ്റ് പേസ്റ്റിൻ്റെ ട്രാൻസിഷൻ സോണിലുള്ള പോറോസിറ്റി, അതായത് പോറസിൻ്റെ എണ്ണം, അതിൻ്റെ സൈസ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് ലാസ്റ്റ് വൺ അഗ്രിഗേറ്റ് വോളിയം ഫ്രാക്ഷൻ, ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് അഗ്രിഗേറ്റ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്തേക്കുന്ന അഗ്രിഗേറ്റ് എത്ര ഫ്രാക്ഷൻ ഉണ്ട്, ആ അഗ്രിഗേറ്റിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് എങ്ങനെയാണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെങ്ത് ആൻഡ് ഈസി. ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും യങ്സ് മോഡുലസിന് റിലേഷൻ. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസ് അപ്രോക്സിമേറ്റ്ലി വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് സ്ട്രെങ്ത്. അപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ സ്ക്വയർ റൂട്ട് അനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യും. ആസ് പെർ IS 456/2000, നമ്മുടെ IS കോഡ്, RCCയുടെ IS കോഡ് അനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 5000 റൂട്ട് FCK ആണ്. ഇതിനകത്ത് EC എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും FCK എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തുമാണ്. അപ്പോൾ ഒരു M25 കോൺക്രീറ്റിൻ്റെ EC വാല്യൂ, M20 കോൺക്രീറ്റിൻ്റെ EC വാല്യൂ, M40 കോൺക്രീറ്റിൻ്റെ EC വാല്യൂ ആണ് ഈ തന്നേക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻ ഡിസൈൻ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വാല്യൂ വെച്ചിട്ട് നമുക്ക് ഡിസൈനിൽ എന്തൊക്കെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ആണോ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ടേം മോഡുലാർ റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ അകത്ത് കമ്പിയുണ്ട്, കോൺക്രീറ്റും ഉണ്ട്. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്, ആ റേഷ്യോനെയാണ് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പല സബ്ജക്റ്റിൻ്റെ അനാലിസിസിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ഓക്കെ, ഇനി ഡിസൈനിലേക്ക് വന്നാൽ ഫസ്റ്റ് പാരാമീറ്റർ ഡിഫ്ലക്ഷൻ കൺട്രോളാണ്. ദ പ്രൈമറി യൂസ് ഇൻ കാൽക്കുലേറ്റിംഗ് മെമ്പർ ഡിഫ്ലക്ഷൻ. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഡിഫ്ലക്ഷനിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. ഹയർ ഈ വാല്യൂ ലീഡ്സ് ടു ലെസ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഒരു മെമ്പർ, കോൺക്രീറ്റ് മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് വാല്യൂ, ഈ വാല്യൂ കൂടുതലാണെങ്കിൽ അതിനകത്ത് കുറഞ്ഞ ഡിഫ്ലക്ഷനേ വരുള്ളൂ. ഇംപ്രോപ്പർ സർവീസബിലിറ്റി എസ്തെറ്റിക് എസ്പെഷ്യലി ഇൻ ലോങ് സ്പാൻ ഓർ ടോൾ ബിൽഡിങ്സ്. ഇംപ്രൂവിങ് സർവീസബിലിറ്റി. അപ്പോൾ ഈ രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ, കോൺക്രീറ്റിൻ്റെ ഈ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും, നമുക്കതിൻ്റെ സർവീസബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഭംഗി എസ്തെറ്റിക്സ് കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ പാരാമീറ്റർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ലോഡ്സ് ആർ ഷെയർഡ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്
സ്റ്റിഫർ കോൺക്രീറ്റ് എന്ന് വെച്ചാൽ ഹയർ ഇ വാല്യൂ ആണെങ്കിൽ ഇറ്റ് അട്രാക്ട്സ് മോർ സ്ട്രെസ്, പിന്നെ ഇൻഫ്ലുവൻസിങ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതനുസരിച്ച്, അതായത് നല്ല ഹയർ ഇ വാല്യൂ ഉള്ള കോൺക്രീറ്റ് ആണെങ്കിൽ അത് കൂടുതൽ സ്ട്രെസ് ഹോൾഡ് ചെയ്യും. അടുത്ത സർവീസബിലിറ്റി ആൻഡ് ക്രാക്കിംഗ്, ക്രൂഷ്യൽ ഫോർ പ്രിഡിക്റ്റിംഗ് ക്രാക്ക് വിഡ്ത്ത് വിച്ച് ഡയറക്ട്ലി ഇമ്പാർട്ട്സ് ഡ്യൂറബിലിറ്റി ആൻഡ് അപ്പിയറൻസ്. ലോവർ ഇ വാല്യൂ മീൻ മോർ ക്രാക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്രാക്ക് വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട് നമ്മുടെ IS കോഡിൽ. അതെല്ലാം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രാക്ക് വിഡ്ത്ത് കൂടുക എന്ന് പറഞ്ഞാൽ സർവീസബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ഒക്കെ കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഇലാസ്റ്റിക് ഷോർട്ടനിങ്. ഇത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലുള്ളൊരു ഫിനോമിനനാണ് ഈ ഇലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു കോൺക്രീറ്റ് ഷോർട്ടനിങ് അണ്ടർ സസ്റ്റെയിൻഡ് ലോഡ്. അപ്പോൾ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിലെ ഒരു ലോസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ് മെത്തേഡ്. അത് ഈ ഒരു യങ്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഷോർട്ടനിങ് പാരാമീറ്റർ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിലുള്ള ഇലാസ്റ്റിക് ഷോർട്ടനിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റ് ആണ്. ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് നോട്ട് എഴുതിയെടുക്കുക. യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു 2 വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ടോപ്പിക്ക് ചോദിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഓക്കെ, താങ്ക് യു.